എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻ. അപ്പം ഇന്ന് ഞാൻ ഒറ്റക്കാണ് വന്നത്, വേറൊന്നുമല്ല. അപ്പം നമ്മളെ സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗ് നമ്മൾ ചെയ്തിരുന്നു. ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കട്ടോ, നിങ്ങൾ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒന്നും കൂടെ കയറി കാണാം. പക്ഷെ അത് നമ്മൾ ചെയ്തിട്ട് കുറേ ആൾക്കാർക്ക് പിന്നെയും കുറേ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് കമൻറ്റ് സെക്ഷനിൽ കാണാനും പറ്റി. കുറേ പേർക്ക് എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ആൻഡ് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ. ഓക്കെ, സോ ഫസ്റ്റ് ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഹാപ്പൻഡ്, എന്താ പറ്റിയെന്നാണ് ആദ്യത്തെ ഒരു ഡൗട്ട് ഒരാൾ ചോദിച്ചത്. അപ്പോൾ എന്താ പറ്റിയതെന്ന് വെച്ചാൽ ഞാൻ ജിമ്മിന് പോയിരുന്നു. നമ്മൾ എന്നും ജിമ്മിന് പോകലുണ്ടായിരുന്നു സർജറിൻ്റെ മുന്നേ കേട്ടോ. എന്നും ജിമ്മിൽ പോകലുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താക്കി, ജമ്പിങ് ജാക്സ് ചെയ്തപ്പം മേ ബി എന്തോ പൊസിഷൻ്റെ എന്തോ മിസ്റ്റേക്കോ കാര്യങ്ങളോ ട്രെയിനർ പറഞ്ഞോണ്ടാണ് നമ്മൾ ചെയ്യൽ. അപ്പോൾ ജമ്പിങ് ജാക്സ് ചെയ്തപ്പോൾ പെട്ടെന്നൊരു കാലിനൊരു വേദന വന്ന്. എന്തോ ഒന്ന് ഇങ്ങനെ ഒരു സൗണ്ടൊന്നും കേട്ടിട്ടില്ല, പക്ഷേ എന്തോ ഒന്ന് ഡിസ്പ്ലേസ്ഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എന്താ പറയുക, ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. സ്റ്റിൽ എനിക്ക് ആ പെയിന് ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ എന്താ നീരൊക്കെ വീണ് തുടങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് മാറും വിചാരിച്ച് ഐസൊക്കെ വെച്ചിരുന്നു ട്രെയിനർ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും റെഡി ആയില്ല. അപ്പം നീരൊക്കെ വീണ് പിന്നെ നമ്മൾ സ്കാനും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടാക്കും മനസ്സിലായത് ഇത് മുട്ടിൻ്റെ ഉള്ളിൽ നമുക്കൊരു മിനിസ്കസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിനൊരു ടിയർ വന്നതാണ്, മിനിസ്കൽ ടിയർ. ഓക്കെ, അപ്പോൾ അത് വന്നപ്പോൾ നമുക്ക് ആദ്യം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് സർജറി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക എന്നുള്ള രീതിക്ക് ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയനും കൂടെ എടുത്തു. അപ്പോഴും ഡോക്ടർ പറഞ്ഞത് സർജറി വേണം, കാരണം അല്ലെങ്കിൽ പെയിൻ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. സോ ബെറ്റർ ഗോ ഫോർ എ സർജറി. അപ്പോൾ എന്താക്കാം, നമുക്ക് ഫ്യൂച്ചറിലാണെങ്കിലും ബെറ്റർ ആവും, ലൈക്ക് പെയിനൊക്കെ കുറയും. ഇതിപ്പോൾ ടെയർ ആയതുകൊണ്ട് തന്നെ പെയിൻഫുൾ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് നമ്മളെ സർജറി സംഭവങ്ങൾ. അത് റിലേറ്റഡ് ആയിട്ടാണ് സർജറി നടന്നത്. ഓക്കെ, മുട്ടിൻ്റെ സർജറിയാണ്. അപ്പോൾ കുറേ ആങ്ങളമാരും പെങ്ങന്മാരും ഒക്കെ ചോദിച്ചിട്ടുണ്ട് പ്രഗ്നൻസി വല്ലതും ആണോ എന്നൊക്കെ. അങ്ങനെ ചോദിക്കാമോ? അതൊന്നുമല്ല. ഓക്കെ, പ്രഗ്നൻസി ഒന്നുമല്ല, പ്രഗ്നൻ്റ് ഒന്നും ആയിട്ടില്ല. പ്രഗ്നൻ്റ് ആകുമ്പോൾ ഞാൻ അറിയിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് തൈറോയിഡിൻ്റെ സർജറി ആണോ. പിന്നെ കുറേ ആൾക്കാർ തൈറോയിഡ് സർജറി കഴിഞ്ഞിട്ട് കുറേ ബെറ്റർ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. തൈറോയിഡിൻ്റെ സർജറി അല്ലായിരുന്നു, ആക്ച്വലി മുട്ടിൻ്റെ സർജറി ആയിരുന്നു. തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ട് എനിക്ക്. അപ്പോൾ അന്ന് സർജറി ഡേ ഞങ്ങൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തപ്പം ഇഫ് അത് കൂടുതലോ കുറവാണെങ്കിൽ ലൈക്ക് സർജറി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അതാണ് അന്ന് ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞത് തൈറോയിഡിൻ്റെ ടെസ്റ്റ് നടത്തണം എന്ന്. അപ്പോൾ അത് തൈറോയിഡിൻ്റെ സർജറി അല്ല കേട്ടോ. പിന്നെ ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ നമ്മൾ ആസ്റ്ററിലാണ് കാണിച്ചത്, അവിടെ നിന്ന് തന്നെ സർജറിയും ചെയ്തത്. ദെൻ നമ്മളെ ജീവിയൊക്കെ വന്നിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വ്ളോഗിൽ. ജീവിയൊക്കെ വന്നിരുന്നു സേലത്തുനിന്ന്. പിന്നെ ഓക്ക് ആണെങ്കിൽ പനി, ലൈക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു പനി കിട്ടിയ ആൾക്ക്. അപ്പോൾ എനിക്കാണെങ്കിൽ സർജറി കഴിഞ്ഞ് പനിയൊക്കെ വന്നാൽ ഞാനും ആകെ ഇടങ്ങാറാവുമല്ലോ, കാല് വെച്ചിട്ട് ലൈക്ക് ഡോക്ടറെ പിന്നെയും കാണിച്ച് പിന്നെ ആകെ ഡ്രെയിനായി പോകുമല്ലോ. സോ ഓളെന്താക്കി, ഓള് പിന്നെയും ബാക്ക് ടു സേലം തന്നെ പോയി പിന്നെ ആ പനി ആയപ്പോൾ, കാരണം എനിക്ക് വരണ്ടെന്ന് കരുതിയിട്ട്. പിന്നെ ഉള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ സ്റ്റാഫും ഡോക്ടേഴ്സും ഒക്കെ നമ്മളോടുള്ള ബിഹേവിയർ, നമ്മളോട് എന്തെങ്കിലും ഡിസ്ക്രിമിനേഷനോ അങ്ങനത്തെ വല്ലതും കാണിച്ചിരുന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഭയങ്കര നല്ല സ്റ്റാഫായിരുന്നു. സ്റ്റാഫ് ആൻഡ് എവറിത്തിങ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. കാരണം നമ്മളോട് ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല. എന്താ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ വ്ളോഗേഴ്സാണ്, കപ്പിളാണ് എന്നൊക്കെ മനസ്സിലായിട്ടും നല്ലപോലെയാണ് ബിഹേവ് ചെയ്തതും. എല്ലാ കാര്യവും നമ്മളെ നേർക്ക് വല്ല ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം തന്നെ ഫെസിലിറ്റീസും എല്ലാ കാര്യവും നല്ലതായിരുന്നു, നല്ലോണം പോയി. പിന്നെ അവിടെ നിന്ന് തന്നെ കുറേ നേഴ്സും ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും അവരാണെങ്കിലും
അറിഞ്ഞു ഞങ്ങളെ. പിന്നെ കുറച്ച് പേര് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങളെ ചാനലിൽ ഇതാണോ എന്നൊക്കെ ചോദിച്ച്. അങ്ങനത്തെ കുറച്ച് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി. പിന്നെ ഓവറോൾ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരല്ല, ഏതോ 1-2 ആൾക്കാർ നമ്മളെ കമൻസിൽ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ നമ്മൾ യൂഷ്വലി നമ്മളെ വ്യൂവേഴ്സ്, നമ്മളെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ അപ്ഡേറ്റ്സ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇത് കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് കാണാം. അല്ലാത്ത ആൾക്കാർ നമ്മളിതൊന്നും നിർബന്ധിക്കുന്നൊന്നുമില്ല, കാണാം. സോ ആ ഒരു രീതിക്ക് ഇട്ടതാണ്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടും അല്ല. നമ്മൾ അപ്ഡേറ്റ്സ് കൊടുത്തു, അത്രമാത്രം. പിന്നെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് കാലിൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം. ഇപ്പോൾ എത്രയോ ബെറ്ററാണ്, മുന്നത്തെ പോലെ പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. ലൈക്ക് ഇപ്പോൾ രണ്ടൊരു സ്റ്റിക്കർ പോലത്തെ സാധനം ഉണ്ട്, ഇപ്പോഴും ആ ഒരു വൂണ്ട് ഹീലാവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്താ പറയുക, ഇപ്പം നടക്കാനും ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ല, പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും. 2 months ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് ടു ജിം, ബാക്ക് ടു വാക്കിംഗ്, ജോഗിങ് ആൻഡ് എവറിത്തിങ് നമുക്ക് നോർമൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് നടക്കാം, നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഓവർ എക്സാജറേറ്റ് ചെയ്ത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അതാണ് ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ. ഇപ്പം ഞാൻ ലൈക്ക് ഓവറോൾ എവറിത്തിങ് ഈസ് ഫൈൻ ആൻഡ് എവറിത്തിങ് ഈസ് ഗുഡ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചതിനും എല്ലാവരും എന്താ പറയുക വിശേഷങ്ങൾ അന്വേഷിച്ചതിനും ഒരുപാട് താങ്ക്സ്. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.